വരുണിന്റെ കണക്കിൽ ഞാൻ ഇവിടെ വെറും വാടകക്കാരിയാ, വെറും വാടകക്കാരി. എന്നെ മാത്രമല്ല, എന്റെ കുടുംബത്തിനെ മുഴുവൻ എല്ലാവരും കൂടി ചതിച്ചതാ. അയ്യോ, എന്താ എന്താ പറ്റി? എന്താ എന്താ പറ്റി? പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോടാ. ഒന്നും വരത്തില്ലേ മോനെ? ഈശ്വര, എങ്കിൽ എൻ്റെ മനസ്സിലുള്ളൊരിഷ്ടം ഞാൻ പറയട്ടെ. അത് കേട്ട് കഴിയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നില്ലല്ലോ. എനിക്കിഷ്ടപ്പെട്ട ഒരാളുണ്ട്. അത് ഇതിനാണോ ഞാൻ നിന്നെ തേടി നടന്നത്? എൻ്റെ ജീവിതത്തിലെ എല്ലാ കാത്തിരിപ്പുകളും അവസാനിക്കുകയാണോ? ബിജു, നീ വന്നേ. വരുണിനെ ഒന്ന് വിളിക്ക്. അവരോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയേ. എടുക്കുന്നില്ല. എല്ലാം ഇത്തരത്തിലാക്കി വെച്ചിട്ട് അവൻ എവിടെയാ ചെന്ന് കിടക്കുന്നത്? അദ്ദേഹം കണ്ണു തുറക്കുമ്പോ അവൻ മുമ്പിലില്ലെങ്കിൽ പ്രശ്നമാണ്. ഹലോ. എടാ മോനെ, ഞാനിവിടെ ബീച്ചിലിരിക്കുക. ഇവിടെയെങ്കിലും എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ? മോനെ, അവൻ ബീച്ചിലാ. ബീച്ചിലോ? ഈ നേരത്തോ? എന്തിന്? എനിക്കറിയില്ല. എല്ലാം കടലെടുക്കാറായെന്ന് തോന്നുന്നു.
അല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലല്ലോ. എന്റെ മോൻ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. അമ്മ കരയാതിരിക്കേ. എങ്ങനെയാണോ എനിക്ക് സ്വസ്ഥത കിട്ടുന്നത്? വരുന്ന ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. അമ്മ വിഷമിക്കണ്ട, ഇപ്പൊ വരാം. എന്റെ കാര്യം. അല്ല, അച്ഛന്റെ മുന്നിൽ നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? അതൊക്കെ സത്യം തന്നെയാണോടി? എന്ത് സത്യം? ഇവള് പറഞ്ഞ കള്ളക്കഥ കേട്ടിട്ടാ ഏട്ടൻ വീണു പോയത്. ഒരു കാര്യം ഞാൻ പറയാം, ഹോസ്പിറ്റലിൽ കിടന്ന് ഞങ്ങളുടെ ഏട്ടൻ എന്തെങ്കിലും പറ്റിയ ഇതിനകത്തിട്ട് കൊന്നോളയും നിന്നെ ഞാൻ. വരുൺ നിന്നോട് പോയിക്കോളാൻ പറഞ്ഞെന്നും കൂലിയായിട്ട് കുറച്ച് ആഭരണങ്ങൾ തന്നെന്നും നീ പറയുന്നു. അങ്ങനെ പോണെങ്കിൽ ഒരു കാരണം വേണ്ടേ? എന്താ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ വരുണിനാണോ പ്രശ്നം? പറയടി മോളെ. സാധാരണഗതിയിൽ ഒരു ഭർത്താവ് മോശമായിട്ട് പെരുമാറുകയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുകയും ചെയ്താ പെൺകുട്ടികള് കരയും. വീട്ടിലുള്ള മുതിർന്നവരോട് വിവരം പറയും. അങ്ങനെയല്ലേ നാട്ടു നടപ്പ്? ഇതിപ്പോ നീ നിന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല, ഇവിടെ ഉള്ളവരെ അറിയിച്ചിട്ടില്ല. ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചതാണെങ്കിലോ രാത്രിയിലും. ഇതിന്റെ കള്ളക്കളിയാ ഞങ്ങൾക്കറിയേണ്ടത്. കൂടുതൽ ചോദിക്കാനൊന്നും ഇല്ല ചെറിയമ്മേ. ചാണകക്കുഴിയിൽ കിടന്ന ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്ക് കണിമംഗലത്ത് വന്ന് കയറിയപ്പോ കണ്ടതും കേട്ടതും ഒക്കെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടാവും. സമ്മാനങ്ങളായി അമ്മയും മുത്തശ്ശിയും കുറെ ആഭരണങ്ങൾ കൊടുത്തെങ്കിലും അതിടാനുള്ള യോഗ്യത ഇവൾക്കില്ല. അത് ഇവൾക്ക് തന്നെ അറിയാലോ. വാനുണിന്റെ മനസ്സിൽ ഇടം പിടിക്കാനും ഇവൾക്ക് സാധിച്ചില്ല. അപ്പൊ പിന്നെ പോകുന്ന പോക്കില് വീട് കൊള്ളയടിച്ചിട്ട് പോകാന്ന് കരുതി അല്ലേ? ആഭരണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതോ കണിമംഗലത്തിന് ആധാരം കൂടി എടുത്തു വെച്ചിട്ടുണ്ടോ? ഇവളുടെ ബാഗ് മാത്രം പരിശോധിച്ചാ പോരാ, ഇവളുടെ ദേഹം കൂടി പരിശോധിക്കണം. അതിന് ഇവിടെ എല്ലാരും കുടുംബത്തിന്റെ അഭിമാനം പറഞ്ഞു നടക്കുകയല്ലേ. തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനീ പോലീസുകാരെ വിളിച്ചേനെ. ഈ രാത്രി ഇവളുടെ ഉറക്കം ലോക്കപ്പിലായേനെ. എന്താ ഇവിടെ? അയ്യോ ഒന്നുമില്ല മുത്തശ്ശി. കണിമംഗലത്തിന്റെ അഭിമാനമായ പുതിയ മരുമകളെ ഞങ്ങളെന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു. ആരോടും പറയാതെ ഇവൾ ഇവിടുന്ന് ഇറങ്ങി പോവാൻ തീരുമാനിച്ചത് ശരിയാണല്ലോ അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന സകല ആഭരണങ്ങളും ഇവള് കെട്ടിപ്പൊതിഞ്ഞെടുത്തത് ശരിയായിരുന്നല്ലോ അല്ലേ? അമ്മ ചിലപ്പോ ഇത് ന്യായീകരിക്കും, പക്ഷെ ഒന്ന് മറക്കണ്ട, പരമേശ്വരേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഇവൾ ഒരുത്തിക്ക് മാത്രമാണ്.
ഞാൻ മുൻപേ മുത്തശ്ശിയോട് പറഞ്ഞതല്ലേ, ഇവള് മാത്രല്ല, ദേ ഇവളുടെ ആ കുടുംബം തന്നെ ശരിയല്ല. ഓ, എന്തൊരു സ്നേഹാഭിനയിക്കില്ല. അങ്ങ് ഒലിച്ചെറിഞ്ഞല്ലേ ചെറിയ അച്ഛനും അമ്മയും പിന്നെ ആ അനാഥ പെണ്ണും എല്ലാരും കൂടി. നമ്മുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചാലും ഇവളുടെ കുടുംബത്തിന് എന്ത് നഷ്ടവും മുത്തശ്ശി. അവർക്ക് അവരുടെ കാര്യം നടന്നാ മതിയല്ലോ. കട്ട് തൊലച്ച് കടത്തിക്കൊണ്ട് വരാൻ ഇവളുടെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആ കള്ള മതി, കൂടുതൽ സംസാരിക്കണ്ട രണ്ടുപേരും കൂടി. പ്രിയങ്കേ, മോൾ മുറിയിലേക്ക് പോകും. അങ്ങനെ ഇങ്ങ് വിട്ടാലോ? അങ്ങനെ വിട്ടാൽ എന്താ കുഴപ്പം? ഇവള് പറയുന്ന കാര്യങ്ങൾ ശരിയാണോന്ന് വരുൺ തിരിച്ചു വരുമ്പോ പറയും. അതുവരെ ആരും കൂടുതൽ വിചാരണയൊന്നും വേണ്ട. പിന്നെ ആഭരണങ്ങളുടെ കാര്യം, നിങ്ങളുടെ ആരുടെ അറപ്പുരകളിൽ നിന്ന് പ്രിയങ്ക ഒന്നും എടുത്തിട്ടില്ലല്ലോ. കൊണ്ടുപോകാൻ നോക്കിയതെല്ലാം ഞാനും പത്മിനി അവക്ക് കൊടുത്ത സമ്മാനങ്ങളാ. അതിന്റെ ഉടമ അവള് തന്നെയാ. മോളെ ചെല്ല്. കണ്ടാലും കൊണ്ടാലും മുത്തശ്ശി പിടിക്കത്തില്ല, നോക്കിക്കോ. ഇതെന്തോ ദുരന്തത്തിനുള്ള സൂചനയാ. കൃഷ്ണ, വരുണിന്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. പക്ഷെ അതല്ലാതെ വേറൊരു മാർഗവും ഇല്ലല്ലോ. ഒരിക്കലും കൂടിച്ചേരാനാവാത്ത ഞങ്ങളെ തമ്മിൽ വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ തമ്മിൽ കാണിക്കുന്നത്? വരുണിനെല്ലാം തിരുത്താനുള്ള മനസ്സ് കൊടുക്കണേ. എന്നും എന്റെ വരുണിന്റെ മനസ്സിന് കൂട്ടായിരിക്കണം. ഹലോ പ്രിയങ്ക,
താനെന്താ ഇറങ്ങാത്തെ? ഞാൻ എത്ര നേരം ഇവിടെ കാത്തിരിക്കുക. ശരത്തെ, ഇപ്പൊ എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. താൻ എന്തൊക്കെയാ പറയുന്നേ? എന്താ പെട്ടെന്നൊരു മാറ്റം? ശരത്തെ, എനിക്കല്പം സാവകാശം വേണം. അത് കഴിഞ്ഞ് എനിക്ക് ഇറങ്ങാൻ പറ്റൂ. പ്രിയങ്ക, ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനകത്ത് പെട്ടിരിക്കുക. എല്ലാം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം. നീ ഇപ്പോഴത്തേക്ക് ഫോൺ വെക്ക്. എടോ, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. വീട്ടിലേക്കാണോ മോളെ വിളിച്ചത്? അല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചതാ. മോളെ, മുത്തശ്ശി ഒരു കാര്യം ചോദിക്കട്ടെ? ഇവിടെ നടന്നതൊക്കെ മുത്തശ്ശി മറക്കാൻ ശ്രമിക്കുക. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ വരുൺ മോനെ. അവനെ ഇഷ്ടമല്ലേ നിനക്ക്? അവൻ നിന്നെ അവഗണിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അപമാനിച്ചിട്ടുമുണ്ട്. ഒക്കെ അവന്റെ മനസ്സിൽ എന്തോ തെറ്റിദ്ധാരണയുള്ളതുകൊണ്ടാ. കാത്തിരുന്നോളാം, അവന്റെ മനസ്സ് മാറട്ടെ എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി ഒരുപാട് പ്രതീക്ഷിച്ചു. അവനെ വേദനിപ്പിക്കല്ലേ മോളെ. മുത്തശ്ശി, പരമേശ്വര ഹോസ്പിറ്റലില്. പക്ഷെ അതിനേക്കാൾ മനോവേദനയോടെ ഇവിടെ വരുണിനെ സ്നേഹിക്കുന്ന ബാക്കിയുള്ളവര്. അത് മോളൊന്നും മനസ്സിലാക്കിയാ മതി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം നല്ല ബുദ്ധി തോന്നിപ്പിക്കട്ടെ. ഒരു സ്വസ്ഥതയില്ലല്ലോ ഈ നാശം പിടിച്ച തള്ളെ കൊണ്ട്. വരുൺ, വരുണേ. വരുണേ, എടാ വരുണേ, വരുണേ. വരുണേ. ഈശ്വര, അവന്റെ ഫോണല്ലേ? വരുണേ, എടാ. വരുണേ, വരുണേ, എടാ വരുണേ. എടാ വരുണേ. അയ്യോ വരുണേ. വരുണേ.